ന്യൂയോർക്കിലെ ഒരു ഷൂ ഷോപ്പിലെ സെയിൽസ്മാനാണ് മാർട്ടി മൗസർ. മാർട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമേരിക്കയെ പ്രതിനിധീകരിച്ച് ബ്രിട്ടീഷ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക, ആ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരം പരിശ്രമിക്കുന്നു. 1950കളിലാണ് കഥ നടക്കുന്നത്. പിന്നീട് മാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, അദ്ദേഹത്തിന് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കാൻ സാധിക്കുമോ, കളിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിന് എന്താണ് സംഭവിക്കുന്നത്, ഇതാണ് മാർട്ടി സുപ്രീം എന്ന് പറയുന്ന സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി. മാർട്ടി ആയിട്ട് വരുന്നത് ടിമോത്തി ഷാലമയാണ്. ഗംഭീര പെർഫോമൻസാണ് ടിമോത്തിയുടെ. ക്യാരക്ടറിനെ വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. സ്ക്രീനിൽ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ഇത്തവണത്തെ ഓസ്കാറിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹം പടത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഗംഭീരം സിനിമാറ്റോഗ്രാഫിയാണ്. 35mm ലാണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എക്സലൻറ്റ് ഫ്രെയിമും കിടിലം കളർ ഗ്രേഡിങ് കണ്ട ഒരു അനുഭൂതി നമുക്കുണ്ടാവും. സിനിമയുടെ ചില ഭാഗങ്ങളിൽ ഒരു ലതാർജിക്കായിട്ടുള്ള ഒരു സ്ലോനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 2.5 മണിക്കൂറുണ്ട് പടം. ആ സ്ലോനെസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു സിനിമ അനുഭവമാണ്. എന്നാലും വൈറ്റ് ബോർഡ് സർവീസിൻ്റെ 1 മിനിറ്റ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.